നാളത്തെ ഒരു കഷ്ടപ്പാടായിരുന്നു ശരിക്കും എമ്പുരാൻ? 28 മാസം, 2 വർഷം 2 മാസത്തോളം എടുത്തിട്ടുണ്ട്, 4 മാസത്തോളം എടുത്തിട്ടുണ്ട്, 28 മാസം. ഈ എമ്പുരാനിൽ ഉപയോഗിച്ച തോക്ക് തന്നെയാണോ ബോബിയെ നമ്മുടെ ലൂസിഫറിൽ കൊല്ലാൻ ഉപയോഗിച്ച തോക്ക്? അല്ല, ലൂസിഫറിൽ ഉപയോഗിച്ച തോക്കാണ് എമ്പുരാനിൽ ഉപയോഗിച്ചത്. അങ്ങനെ തിരിച്ചു പറയാം, സെയിം തോക്ക് തന്നെയാണ്. അതിലൊരു സ്റ്റോറി ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ, വില്ലന്മാരെ കൊല്ലാൻ സെയിം തോക്ക്? അല്ല, അത് കെയുടെ തോക്കാണ്, ഖുറേഷി പ്രാമിന്റെ തോക്കാണ്. ഇപ്പം L2 കണ്ടിട്ട് L3ക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പല സർപ്രൈസും വെച്ചിട്ടാണ് L2 അവസാനിക്കുന്നത്. L3നെ കുറിച്ചിട്ട് പ്ലാനിംഗ് ഒന്നും ആയിട്ടില്ല, അതിൽ എൻ്റെ സ്ക്രിപ്റ്റ് പ്ലാനിംഗ് ഒന്നും ആയിട്ടില്ല. മുരളിച്ചേട്ടൻ്റെ മനസ്സിലുണ്ടായിരിക്കും, പക്ഷെ എനിക്കറിയാം അതിനെക്കുറിച്ച് ഒന്നും ആയിട്ടില്ല. സമയം എടുക്കും അതൊക്കെ. സംസാരിച്ചിട്ട് പോലില്ല? ഇല്ല, ഒന്നും സംസാരിച്ചില്ല അതിനെക്കുറിച്ചൊന്നും. എൻ്റെ L3 പ്ലാനുണ്ട്, പക്ഷേ അതിനെക്കുറിച്ചൊന്നും അതിൻ്റെ സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു പ്ലാനും ഒന്നും പുറത്തോട്ട് അവർ എൻ്റെ രാജേട്ടൻ അറിയാവുന്ന പോലും എനിക്കറിയത്തില്ല. അത് പുള്ളിയുടെ മനസ്സിലുള്ള കാര്യങ്ങളാണത്, പക്ഷെ ഉണ്ട് എന്നുള്ളൊരു ഇതുണ്ട്. ഇപ്പം ഈ L3 വരുന്ന സമയത്ത് ഇപ്പം എൻഡിങ്ങിൽ ഒരു ലാലേട്ടൻ്റെ ഒരു ചെറുപ്പകാലം നമുക്ക് കാണാൻ വേണ്ടി പറ്റും L3യിൽ ആ ലൊക്കേഷൻ. അപ്പോൾ എക്സൈറ്റ്മെന്റ് ആണോ L3 ചെയ്യാൻ വേണ്ടിയിട്ട്? കാരണം ഇനി ഏതൊക്കെ സ്ഥലങ്ങളിൽ ലൊക്കേഷൻ കണ്ടുപിടിക്കണം, ഇതുപോലെ ഒരുപാട് കാണാത്ത കാര്യങ്ങൾ ചെയ്യണം. സിനിമ ഇപ്പം ഇപ്പം ഞാനിപ്പോൾ വേറെ സിനിമ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഉജ്ജയിനി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് നമ്മളിങ്ങനെ പ്ലാനിങ് ആണ്. അത് ചിലത് ഉജ്ജയിനി എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക മധ്യപ്രദേശിലുള്ളൊരു സ്ഥലമാണ്. ONV സാർ എഴുതിയിട്ടുള്ള കവിതയെ ആസ്പദമാക്കിയിട്ട് ഹരിഹരൻ സാർ ചെയ്യുന്നൊരു സിനിമയാണ്. നമ്മുടെ വേണുകുന്നപ്പള്ളി സാറാണ് എൻ്റെ പ്രൊഡ്യൂസർ. നമ്മളാ സിനിമ എങ്ങനെ ചില 2000 വർഷം പുറകിലാണ്. അത് അത്രയും ഹിസ്റ്ററി ആയിട്ടുള്ളതാണ് വിക്രമാദിത്യനും കാളിദാസനും. അപ്പോൾ ആ ഒരു കാലഘട്ടം നമ്മൾ അതിനുള്ള പറ്റിയ ലൊക്കേഷൻ നമ്മൾ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പിന്നെ ഒരു ടെൻഷൻ പിടിച്ച ജോലിയേ അല്ല. ചില നമ്മളതിനെ പ്രിപ്പയർഡ് ആവാന്നുള്ളതാണ്. പ്രീ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ ഉണ്ട്. പ്രീ പ്രൊഡക്ഷൻ എത്രത്തോളം നമ്മൾ എന്താ പറയുക ഫ്ലെക്സിബിൾ ആവുന്നോ അത്രത്തോളം നമുക്ക് ഈസി ആയിരിക്കും നമ്മുടെ ഷൂട്ട്. എന്നുവെച്ചാൽ നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്നിട്ട് ഒരു പ്ലാനിങ്ങോ ഒന്നും പാടില്ല. അവിടെ വന്ന് ഷൂട്ട് മാത്രമേ പാടുള്ളൂ. എന്നുവെച്ചാൽ ഒരുപാട് ഒരു വലിയ ക്രൂ ഉണ്ടാവും നമ്മുടെ കൂടെ. അപ്പോൾ അവിടെ വന്നിട്ട് രാവിലെ വന്ന് ഡിസ്കഷൻ നടക്കുക, എന്നിട്ട് അതങ്ങനെയല്ല അതിങ്ങനെയല്ല അങ്ങനെയാണ്, ആ പരിപാടിയൊക്കെ നമ്മൾ എല്ലാം പ്രീ പ്രൊഡക്ഷനിൽ മാറ്റി വെച്ചോളൂ. ഷൂട്ടിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഓൺലി ഷൂട്ടിംഗ് പ്രോസസ്. ഇപ്പം രാജുചേട്ടൻ ഇപ്പം എന്തായാലും അദ്ദേഹം തീരുമാനിക്കും ഇതുപോലെ തന്നെ വേണം, അതുപോലെ തന്നെ നടത്തുകയുള്ളൂ. എങ്കിലും ഡയറക്ടർ ചിന്തിക്കുന്ന ഒരു പൊടി മുകളിൽ ആർട്ട് ഡയറക്ടർ ചിന്തിച്ചതിൽ ഡയറക്ടർ എക്സൈറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഏത് സീനായിരുന്നു അത്? അല്ല, എല്ലാത്തിലും എന്താ വെച്ചിട്ടുണ്ടെന്നറിയാം, നമ്മൾ ഇപ്പം ഒരു സെറ്റ് റീക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു സെറ്റ് ഡിസൈൻ ചെയ്യുക, അതിൻ്റെ കളേഴ്സ് ഫിക്സ് ചെയ്യുക എന്നുള്ളതെല്ലാം ഒരു ആർട്ട് ഡയറക്ടറുടെ ജോലിയാണത്. ഇപ്പം ഞാൻ പുള്ളിയുടെ കൂടെ 3 സിനിമയും വർക്ക് ചെയ്യുന്നു. ഇപ്പം എൻ്റെ ലൂസിഫറും ബ്രോഡാഡിയും എമ്പുരാനും. അതിനു മുൻപ് 2 സിനിമ ഞാൻ കണ്ടിന്യൂസ് പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്തപ്പോഴാണ് പുള്ളി ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയ്ക്ക് ടിയാൻ സമയത്താണ് പുള്ളി ഇത് അനൗൺസ് ചെയ്യുന്നത്. ഞാനൊന്നും പ്ലാൻ ചെയ്യില്ല. പുള്ളി ഇപ്പം നമ്മളെ വയ്ക്കുന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്ലാൻ തന്നെ നമുക്കൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ടിയാൻ ആദ്യം കഴിഞ്ഞ സമയത്ത് പുള്ളി ഒരു ദിവസം വിളിച്ച് പറഞ്ഞു, ഞാനൊരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഈ സിനിമയ്ക്ക് എങ്ങനെയാണോ ഒരു ആർട്ട് ഡയറക്ടറുടെ കൂടെ നിങ്ങൾ നിന്നത് അതേപോലെ തന്നെ എനിക്കൊരു ആർട്ട് ഡയറക്ടർ അതേമാതിരി തന്നെ നിൽക്കണമെന്നാണ്. ഞാൻ പറഞ്ഞത് പൂർണ്ണമായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ ആ ഒരു മറ്റേ പുള്ളി ഒരു ടെക്നീഷ്യനെ എപ്പോഴും ഒരു ഡയറക്ടർ ഫിക്സ് ചെയ്യുന്നത് അയാളുടെ ഒരു വർക്ക് ക്വാളിറ്റി കണ്ടുകൊണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ ക്വാളിറ്റി ഞാൻ ചെയ്യുന്ന എല്ലാം ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ വർക്ക് സ്റ്റൈൽ പുള്ളിക്ക് ഓക്കെയാണ്, അതാണ് പുള്ളിക്ക് വേണ്ടതെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടിരിക്കുക.